ഇന്ന് നമുക്കൊരു വെണ്ടയ്ക്ക മസാലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാനിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം വെണ്ടയ്ക്ക കട്ട് ചെയ്തത് ചേർക്കാം. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വെണ്ടയ്ക്കയുടെ പശപ്പശപ്പൊക്കെ മാറി കിട്ടും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെണ്ടയ്ക്കയൊക്കെ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഇനി ഇതേ പാനിലോട്ട് തന്നെ ഓയിൽ ഒഴിച്ചതിന് ശേഷം ചെറിയ ജീരകം ചേർക്കുക. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കൊരു സവാള ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ നോർമലായി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്താലും മതി. ഞാനൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. പിന്നെ അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ വഴറ്റിയതിന് ശേഷം ഒരു തക്കാളി ക്യൂബായി കട്ട് ചെയ്ത് ചേർക്കാം. അതും നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം ചേർക്കാൻ ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടൊരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. എൻ്റെ തൈരിന് പുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പുളി ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 1/4 കപ്പ് തന്നെ മതിയാകും. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്